ആരേത്? കഴിവറ മോനെ എന്റെ വീട്ടിൽ കയറി തന്നെ കാണിക്കുന്നോടാ. കുറച്ചുകൂടെ കാത്തിരിക്കാൻ വയ്യാത്ത കഴപ്പല്ലടാ നിനക്ക്. നിന്റെ അമ്മേരെ നായര് ചേട്ടത്തിനെ കാണിക്കണ വീട്ടിൽ പോയി കാണിക്കണ. അവക്കവന്റെ മറ്റവനൂടെ കടി തീർക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. നേരെ നോക്കട്ടെ, രണ്ടിന്റെ മുട്ടുകാലിലൂടെ ഞാൻ അണ്ണോ അത് തേറി പൊരിയണ്ണ. രാത്രി വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിച്ചു. അറിയട്ടെ, നാട്ടുകാർ മൊത്തം അറിയട്ടെ. തരവഴിത്തരം കാണിക്കറിയിരിക്കും പൊന്ന കഴിവറ മോൻ. അണ്ണ ഞാൻ വന്നാണ്, ഞാൻ പറയണേക്ക്. വെറുതെ പിള്ളേർക്ക് നാണക്കേടുണ്ടാക്കാതെ ചുമ്മാ അകത്തേറി കിടന്നാണ്. നാണക്കേടുണ്ടാക്കണത് ചെയ്യുമ്പോ ആലോചിക്കണം. കേറി പോ. അതിപ്പോ വീട്ടുകാരെ പറഞ്ഞാ മതിയല്ലോ. നേരത്തെ കാലത്തും കെട്ടിച്ചുവിട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പമല്ലതും ഉണ്ടാവും. ഇവിടെ നിന്നങ്ങോട്ടാ പ്രശ്നങ്ങളുടെ ശരിക്കുള്ള തുടക്കം. 5 തെങ്ങിലൊരു വാർത്ത വന്ന് പരക്കുന്നത് പെരുങ്കോള് കൊണ്ട കടലിൽ തിര വന്ന് മറിയുന്നത് വരെ. സംഗതി ബീഡിത്തുമ്പേന്ന് ബീഡിത്തുമ്പയിലോട്ട് കയറി നിരത്തിണ്ണേലും കടത്തിണ്ണേലും എന്ന് വേണ്ട നാട് മുഴുവൻ പരന്നു. എടോ ചെല്ലപ്പൻപിള്ള, ആരും ഇല്ല ഇവിടെ? അകത്ത് കയറി ഒളിച്ചിരിക്കുവാന്നോ? അച്ഛൻ കിടക്കാണ്. നീ കിടത്തിയെന്ന് പറ. വന്ന് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാതെയായി. ഓ, ഇറങ്ങി നടക്കാൻ വയ്യാത്തോണ്ടാണല്ലേ ഇവിടെ വരെ വന്ന. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ നിന്റെ തന്തയെ വിളിക്കടി. എന്തരോ അമ്മ വന്നാലേ എന്നൊരു വിശേഷം പറിച്ചില്. ഓ, വിശേഷത്തിനാണോ ഒരു കുറവ്? കുടുംബത്തിൽ ഓരോ കുരുത്തം കെട്ടവന്മാരും ഉണ്ടായോണ്ടല്ലോ. ഓ, അതിപ്പോ അവളെ അവന്റെ കൂടെ പൊറുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇത്തി നേരത്തെ അവൻ വന്ന് ഉപ്പ് നോക്കാൻ വന്നിട്ട് പോയി. അത്രയല്ലേ ഉള്ളു. അനി നാട്ടുകാരിടന്ന് തുള്ളണ എന്തേരിന്? ഉപ്പ് നോക്കാനാ? മാമ അകത്തേറിയിരുന്നാണ്. മാമ ഞാൻ പറയണ ഏക്ക്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ. പിണക്കമൊക്കെ മാറ്റിയിട്ട് നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ല്. പൊടിയന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനും അണ്ണൻ്റെ കൂടെ പറയാം. വാസന്തിയുടെ അച്ഛന് പ്രയാസമാണെങ്കിൽ മാമന് പോവാല്ല. മാമനാവുമ്പോ ഒരു നയമൊക്കെ ഉണ്ടല്ലേ. നിങ്ങളെല്ലാരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എടി ഈ അലക്കല്ലാമ പുറമൊക്കെ നോത്തില്ലേടി? അതിന് ആ സമയത്ത് ആരാണ് ഈ നോല് വരച്ചിലൊക്കെ അറിയാൻ പോണേ. ഓ, അന്നേരം അറിയാത്തതിന്റെ ഇപ്പൊ അറിയണത്. ഇവന്റെ അടുത്ത് ഈ ബന്ധം വേണ്ട വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞ. യവനെക്കാട്ടി വലുതാണ് അവൾക്ക് ആ രുക്മിണി. യവൻ കെട്ടിയാലും ആ രുക്മിണിയെ കളഞ്ഞ് വാസന്തി വരാനൊന്നും പോണില്ല. അപ്പൊ യവ അവിടെ പോയി താമസിക്കേണ്ടി വരും. എടാ, അച്ചി വീട്ടിലെ നായര് എച്ചിക്കുഴി പട്ടി രണ്ടും കണക്കാണ്. അപ്പൊ നിന്റെ അയലോക്കാരായിരിക്കും ഈ അമ്മണിപ്പിള്ള. നിനക്ക് അവിടെ വല്ല വിലയും കാണും. നിനക്ക് ആ വേലയിൽ നിന്ന് 10 ലക്ഷത്ത് അവന്റെ മുതുകൊളൊക്കെ അറിഞ്ഞു കൊടുത്തോട്ടെ. ശരിക്കൊന്നും വേണ്ട, കൊണ്ടുപോ. ഞാനൊന്ന് ആനതാ, പക്ഷെ അപ്പൊ അവള് വന്നു. അവന്റെ പെണ്ണുമുള്ള ഈ മര്യാദ അവൻ കാണിച്ചില്ലല്ലോ. അവൻ തൊലയണോടാ, അവനെ തൊലയ്ക്കണം. ഞാനുണ്ടാ കൂടെ. ആരും കൂടെ വേണ്ട, ഒറ്റയ്ക്ക് തീർത്തോളാം. അങ്ങനത്തെ കേസാ. യവനും ഉണ്ടല്ലോ 2 മുഴം കൈ ഒരു ആത്മാവും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവനിപ്പോൾ ഓരോരുത്തർക്കിട്ടും വേല വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എൻ്റെ തലയിലോ തൊപ്പിയൊന്ന് കയറിക്കോട്ട്, അവനെ ഞാൻ വേറെ പെടുത്തിക്കോളാം. അല്ല പൊടിയാ, നീ ഇപ്പം എന്ത് ചെയ്യാൻ പോണ്? നമുക്ക് ആറ്റിങ്ങി നാളിനെ ഇറക്കിയല്ല. എന്നെ ചിറ്റപ്പൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അവ അവിടുത്തെ ഭയങ്കര റൗഡിയാണ്. അങ്ങനെ പുറത്തുനിന്ന് റൗഡി വേണ്ട. പൊടിയന് കിട്ടിയത് പൊടിയൻ തന്നെ കൊടുക്കും. അവിടെ കഴുത്തെ താലി കയറുന്നതിന് അമ്മണിപ്പിള്ളക്ക് ആട്ടി കൊടുത്തിരിക്കും. ഇടപെട്ട് നിങ്ങളെ കല്യാണം നടത്തരാന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ അത് വേണം അണ്ണ. ഇടപെട്ട് കല്യാണം നടത്തി തരാൻ അങ്ങനെ ആറാ എന്റെ തന്തേ. ഇവൻ പണ്ടേ പേടിച്ചൂറിയാണ്. ആ അമ്മണി പിടിച്ച് മൂക്കി കയറ്റുന്ന അവൻ്റെ വിചാരം. പോളെ അളിയാ, അവന്റെ കവാലം അറിഞ്ഞു പിരിക്കണോടാ. എന്റെ സുശീലെ കൊണ്ട് ഒരുത്തന് കൊടുത്തവനാണ്. അവൻ അറിഞ്ഞു പിരിക്കണം. പന്ന പട്ടി. അവനെടുത്തോളാം ഞാൻ.